നമസ്കാരം. എന്താണ് പിതൃതർപ്പണം? പിതൃ എന്ന ശബ്ദം കൊണ്ട് നമ്മൾ വെറും നമ്മുടെ അച്ഛനമ്മമാർക്ക് മാത്രമാണോ ഉദ്ദേശിക്കുന്നത്? ഒരിക്കലുമല്ല. നമുക്ക് മുന്നേ ജനിച്ചു പോയ തലമുറകളിലുള്ള എല്ലാവർക്കും വേണ്ടി ചെയ്യുന്നതാണ് പിതൃതർപ്പണം. അതുകൊണ്ട് തന്നെ പിതൃ എന്നുള്ള ശബ്ദത്തിന് സ്ത്രീ പുരുഷ ഭേദം ഇല്ല. നമ്മുടെ മാതകവും പൈതകവുമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ഗുരു കാരണവന്മാർക്കും വേണ്ടിയിട്ടാണ് നമ്മൾ ബലിതർപ്പണം ചെയ്യുന്നത്. നമ്മൾ തർപ്പണം ചെയ്യുന്നത്, ഞാൻ മറ്റൊരു കാര്യം സൂചിപ്പിക്കാം. നമുക്ക് മുന്നേ മരിച്ചവർ ചിലപ്പോൾ നമ്മുടെ ഹൈന്ദവ വിശ്വാസപ്രകാരം ചിലപ്പോൾ പുനർജനിച്ച് കാണാം. പിന്നെ അവർക്ക് എന്തിനാണ് നമ്മൾ തർപ്പണം ചെയ്യുന്നതെന്ന് ചോദിക്കും. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക, ഒരിക്കലും പിതൃതർപ്പണം ചെയ്യുന്നത് അവർക്ക് വേണ്ടിയിട്ടല്ല. നിങ്ങളുടെ ഉള്ളിൽ തലമുറകളായി നിങ്ങളുടെ അച്ഛനമ്മമാരിലൂടെ കടന്നു വന്നിരിക്കുന്നതും അവർക്ക് അവരുടെ പാരമ്പര്യമായിട്ട് മുന്നേ ഉള്ളവരിൽ നിന്നും കടന്നു വന്നിരിക്കുന്നതുമായ ജനിതകപരമായിരിക്കുന്ന ആ ഒരു എനർജി ഫോം, ആ എനർജി ഫോമിനെ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് അത് അവരെ ഓർമ്മിക്കുന്ന സമയത്ത് ആ ഫോം നിങ്ങൾ നിന്ന് തന്നെ ഉണരുകയും നിങ്ങൾക്ക് പാരമ്പര്യമായിട്ടുള്ള കഴിവുകളോ ദോഷങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ അത് ഒഴിഞ്ഞു പോകാനും സഹായിക്കും. അതൊരു കണക്കിന് അവർക്കല്ല ഉപകാരം, നിങ്ങൾക്കാണ്. അപ്പോൾ സാധാരണ പറയും, അച്ഛനും അമ്മക്കും ജീവിച്ചിരിക്കെ കൊടുത്തില്ലെങ്കിൽ പിന്നെ എന്തിനാ മരിച്ചു കഴിഞ്ഞിട്ട് ബലിതർപ്പണം ചെയ്യുന്നതെന്നുള്ളത്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക, പിതൃ ശബ്ദത്തിന് അച്ഛനെന്നോ അമ്മയോ എന്നോ ഇല്ല. അവിടെ തലമുറകളായിട്ട് നമുക്ക് നമ്മളിലൂടെ നമ്മുടെ ജീനുകളിൽ ജീവിക്കുന്ന നമ്മുടെ ഗുരു കാരണവന്മാരെ മൊത്തത്തിൽ പറയുന്നതാണ് ഈ പിതൃ ശബ്ദം.